വണക്കം. നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയി. നരേന്ദ്രമോദിക്ക് ശേഷം അജിത് ഡോവൽ റഷ്യയിലേക്ക് പോയി. പല പല കോൺസ്പിറസി തിയറികളും വരുന്നുണ്ട് എന്തിനാണ് ഇവർ പോയത് എന്നുള്ളത്. അതിൽ ഒരു കാര്യം ഉറപ്പാണ്, റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം. അത് ഇന്ത്യയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിലൊന്നാമത്തെ കാര്യം. കഴിഞ്ഞ ദിവസം പുടിൻ പറഞ്ഞത് ബ്രിക്സ് ഉച്ചകോടിക്കായി നരേന്ദ്രമോദി വരുന്നതും കാത്തു ഞാൻ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. രോമാഞ്ചം. ഇന്ത്യക്കാർക്ക് ഇത് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാവും, സുഡാപ്പിയക്കും കമ്മിയക്കും ഇത് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത്, കമ്മികളുടെ തന്തയായിട്ടുള്ള ഷീ ജിങ് പിങ്ങിനെ നരേന്ദ്രമോദി കണ്ടാലേ ചിലപ്പോൾ രോമാഞ്ചം ഉണ്ടാവുകയുള്ളൂ എന്ന്. സുഡാപ്പികളുടെ കാര്യം നമ്മൾ പറയണ്ടല്ലോ. അവന്മാരുടെ തന്തമാരായിട്ടുള്ള പാകിസ്ഥാനിലേക്ക് നരേന്ദ്രമോദി പോയില്ല എന്ന് പറഞ്ഞ വിഷമാണ് അവന്മാർക്കുള്ളത്. കിട്ടിയല്ലോ. അപ്പൊ ഇനി നമുക്ക് കഥയിലേക്ക് വരാം. അങ്ങനെ നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പോയി. അതിനുശേഷം നമ്മുടെ അജിത് ഡോവൽ അങ്ങോട്ടേക്ക് പോയി. ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയ ശേഷം യുക്രൈൻ റഷ്യ യുദ്ധം നിർത്താനുള്ള ഏകദേശം ധാരണയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. ആ യുദ്ധം എന്തായാലും നിൽക്കും. അത് നിൽക്കേണ്ടത് ആവശ്യം ഇന്ത്യക്കുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് ഞാൻ മുമ്പ് ഒരു സ്റ്റോറിയിൽ പറഞ്ഞിരുന്നല്ലോ, യുക്രൈനിൽ നിന്നാണ് ഇന്ത്യക്കുള്ള വാർ ഷിപ്പുകൾക്കുള്ള, അതായത് നമ്മുടെ നേവി ഉപയോഗിക്കുന്ന ഷിപ്പുകൾക്കുള്ള എഞ്ചിനൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത് എന്നുള്ളൊരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ താഴെ കുറെ വേട്ടാവളിയന്മാർ വന്ന് നിന്റെ അടുത്ത് വന്ന് പറഞ്ഞാടാ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവന്മാരോടൊക്കെ എനിക്ക് പറയണ നീ പോടാ പുല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം, റഷ്യ എന്ന് പറയുന്ന രാജ്യം ഈ യുദ്ധം നിർത്തണം. ഈ യുദ്ധം നിർത്താനായിട്ട് നരേന്ദ്രമോദി പോളണ്ടിലോട്ട് പോയി. പോളണ്ടിലോട്ട് പോയത് എന്തിനാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു. കാരണം ഈ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു കെണ്ടാന്തരം പിടിച്ച രാജ്യമാണല്ലോ. ഈ അമേരിക്കയ്ക്ക് നാറ്റോ സൈന്യത്തിന് എങ്ങനെയെങ്കിലും റഷ്യയിലോട്ട് കടത്തണം, അല്ലെങ്കിൽ ആ ഒരു റഷ്യയുടെ ബോർഡറിൽ എത്തിക്കണം. പോളണ്ടാണ് യൂറോപ്പിന്റെ ഗേറ്റ് വേ. അപ്പൊ പോളണ്ടിലൂടെ ഇറങ്ങി വരാൻ മാത്രമേ സാധ്യതയുള്ളൂ. അപ്പൊ നരേന്ദ്രമോദി അവിടെ പോയി പറഞ്ഞു, നിങ്ങൾ നാറ്റോ സൈന്യത്തിന് വഴി തുറന്നു കൊടുക്കരുത്. ഇതൊക്കെ വലിയൊരു സ്ട്രാറ്റജിയാണ്, പൊളിറ്റിക്സ് ആണ്. ബുദ്ധിയും വിവരവും ഉള്ളവർക്കുണ്ടല്ലോ ഇതൊക്കെ മനസ്സിലാവും. കാരണം വലിയ വലിയ ആർട്ടിക്കിളുകളൊക്കെ വായിക്കണം. അങ്ങനെ അല്ലാതെ ദേശാഭിമാനി മാധ്യമം വായിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ മീഡിയ ഫണ്ടിലെ അടുപ്പ് കൂട്ടി ചർച്ചയും കണ്ടുകൊണ്ടിരുന്നതൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഇതിന് പ്രത്യുപകാരമായി ഇന്ത്യ എന്തായിരിക്കും അവിടെ നിന്ന് ചോദിക്കുക. അല്ലെങ്കിൽ പ്രത്യുപകാരമല്ല, നമ്മളൊരു സുഹൃത്തിന് ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അവർ നമ്മളോട് പറയണടാ മക്കളെ ഇങ്ങോട്ട് വാ, നീ ഇവിടെ വന്ന് നിക്ഷേപിക്കും, അല്ലെങ്കിൽ നിനക്ക് ഞാൻ ഇന്ന സംഭവം തരാം, ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ തരാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. അല്ലെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ ചോദിക്കും, ഞങ്ങൾക്ക് അവിടെ ഒരു നിക്ഷേപം ഞങ്ങൾ നടത്തിക്കോട്ടെ എന്ന്. ഇന്ത്യ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 2023 റഷ്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമായിട്ടുള്ള വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എന്താണ് പേര്? വ്ളാഡിവോസ്റ്റോക്ക്. ഈ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളൊരു സാറ്റലൈറ്റ് സിറ്റി പണിതോട്ടെ എന്നാണ് ചോദിച്ചത്. ഇത് കേട്ട ചൈന കിടുങ്ങി. കാരണം ഈ സ്ഥലം ചൈനയുടേതായിരുന്നിട്ട് പണ്ട് റഷ്യക്ക് ഇത് ചൈന കൊടുത്തതാണ്. റഷ്യക്ക് ഇത് ചൈന കൊടുത്തു കഴിഞ്ഞ ശേഷം ചൈന ഇപ്പൊ അൺഒഫീഷ്യലായിട്ട് നമുക്കത് തിരിച്ചു തന്നാൽ കൊള്ളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചൈനീസ് സർക്കാർ ചോദിക്കുന്നില്ല. കാരണം റഷ്യമാർക്ക് പേടിയാണ്. റഷ്യയിലിരിക്കുന്ന ആയുധങ്ങൾ എന്തോരം ഉണ്ടെന്ന് ചൈനയ്ക്ക് അറിയില്ലല്ലോ, അമേരിക്കയ്ക്കും പേടിയാണ്, അത് വേറെ കാര്യമാണ്. അപ്പൊ ചൈനയ്ക്ക് അറിയില്ലല്ലോ. അപ്പോൾ ചൈന അതിർത്തി മാന്താൻ പോവാത്ത ഒരേ ഒരു രാജ്യം റഷ്യയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ചൈന ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ചൈന അൺഒഫീഷ്യലായിട്ട് ഈ ചൈനയ്ക്കകത്തുള്ള കുറെ ഗ്ലോബൽ ടൈംസ്, മാങ്ങാത്തൊലി, തേങ്ങാക്കൊല എന്ന് പറഞ്ഞ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ യവന്മാരൊക്കെ അൺഒഫീഷ്യലായിട്ട് ആർട്ടിക്കിളുകൾ എഴുതി തുടങ്ങി. ഈ വ്ളാഡിവോസ്റ്റോക്ക് നമ്മുടെ അല്ലായിരുന്നാ, ഒന്നുമില്ല ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ ആർട്ടിക്കിൾ എഴുതി തുടങ്ങി. അപ്പൊ ഈ വ്ളാഡിവോസ്റ്റോക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പോർട്ട് സിറ്റിയാണ്. അവിടെ നിന്നും ചൈനയിലേക്ക് വെറും 42 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. ആ 42 കിലോമീറ്ററുകൾ മാത്രമുള്ള വ്ളാഡിവോസ്റ്റോക്കിൽ ഇന്ത്യ ഒരു സാറ്റലൈറ്റ് നഗരം പണിയാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ട ചൈന ഞെട്ടി. പക്ഷെ റഷ്യക്ക് കുലുക്കമില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് മാനങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയുടെ ട്രേഡ് റൂട്ട്, അതായത് വ്ളാഡിവോസ്റ്റോക്കിൽ നമ്മളൊരു സിറ്റി പണിത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ? പലതുണ്ട് അതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ റഷ്യയിൽ നിന്നും നമ്മൾ ചരക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും നേരെ കറങ്ങി ഏകദേശം 8000 കിലോമീറ്റർ സഞ്ചരിച്ച് ഇങ്ങനെ വന്ന് മുംബൈയിലെത്തും. അപ്പൊ ഇങ്ങനെ ഗ്ലോബ് മൊത്തം കറങ്ങേണ്ടി വരും. 10000 കിലോമീറ്ററാണ് നമ്മൾ ഇതിന് എടുക്കുന്നത്. പക്ഷെ വ്ളാഡിവോസ്റ്റോക്ക് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്കിത് പണിത് കഴിഞ്ഞാൽ, ഒരു നഗരം പണിത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിലക്ക് ഉസ്കന ഇങ്ങനെ എത്തും. കണ്ട, മറ്റേത് ഇങ്ങനെ എത്തും, അതിനെക്കാട്ടിലും ഇങ്ങനെ എത്തും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ എത്തും വ്ളാഡിവോസ്റ്റോക്കിൽ പണിത് കഴിഞ്ഞാൽ, മറ്റത് ഇവിടെ നിന്ന് ഇങ്ങനെ വരണം, അങ്ങനെ എത്തത്തുള്ളൂ. AR ഉം VR ഒന്നും ഇല്ലാത്തതുകൊണ്ടേ എങ്ങനെ മാപ്പ് കാണിച്ചാണ് ഒന്നും തോന്നല്ല കേട്ടോ. അപ്പൊ അങ്ങനെ എത്തുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 5000 കിലോമീറ്ററിൽ എത്തും. അപ്പോൾ ഡേ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വ്ളാഡിവോസ്റ്റോക്കിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്താനായിട്ട് ഏകദേശം 24 ദിവസം മാത്രമേ എത്തൂ ചരക്ക്.
മറിച്ച് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് ഇങ്ങനെ കറങ്ങി മുംബൈയിലോട്ട് ചരക്കെത്താനായിട്ട് 40 ദിവസം എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമയക്കുറവ് നമുക്ക് കിട്ടും. അതോടുകൂടി റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഗതാഗതവും ചരക്ക് നീക്കവും വർദ്ധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തിനാണ് ഇന്ത്യ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? റഷ്യ എപ്പോഴും ആശ്രയിക്കുന്നത് ചൈനയാണ് പല കാര്യങ്ങൾക്കും. ഈ ആശ്രയത്വം നമുക്ക് തകർക്കണം. കാരണം ചൈനയെക്കാട്ടിലും കിടിലൻ സുഹൃത്താണ് റഷ്യക്ക് ഇന്ത്യ എന്ന് റഷ്യയ്ക്കും അറിയാം, ചൈനയ്ക്കും അറിയാം. ചൈന ചതിക്കും എന്ന് റഷ്യക്ക് അറിയാം, പക്ഷെ ഇന്ത്യ ചതിക്കില്ല എന്ന് റഷ്യക്ക് അറിയാം. അതുകൊണ്ട് റഷ്യ തന്നെ മുൻകൈ എടുത്തിട്ടാണ് വ്ളാഡിവോസ്റ്റോക്കിലേക്ക് വരൂ, നിങ്ങൾ വന്ന് നിക്ഷേപിക്കൂ. ഇവിടെ ആകുമ്പോൾ എണ്ണയും പിണ്ണാക്കും ഒക്കെ ഒരുപാടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾ വന്ന് നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് പിന്നെ എന്താന്ന് വെച്ചാൽ നിക്ഷേപകരെ കൊണ്ടുവരികയോ തൊഴിലാളികളെ കൊണ്ടുവരികയോ കുഴിക്കുകയോ പിടിക്കുകയോ എന്തോ വെച്ചോ ചെയ്തോ എന്ന് പറയുകയാണ്. നമ്മൾ അവിടെ ഒരു ആണവ നിലയം പണിയുന്നുണ്ട്. ആ ആണവ നിലയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് തരണം, അവന് വന്ന് പണിയെടുക്കട്ടെന്ന് എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വ്ളാഡിവോസ്റ്റോക്ക് തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ്. ചൈനയ്ക്ക് കിട്ടിയ വമ്പൻ തിരിച്ചടികളിൽ ഒന്നാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം നമ്മുടെ പാക് അധീന കശ്മീർ ലൗമാരി കയറി ഒരു കോറിഡോർ പണിയുന്നുണ്ട്. ചൈനയിൽ നിന്ന് ഗ്വഡ്വർ തുറമുഖം വരെ ഒരു കോറിഡോർ. അതിന് ഒരു തിരിച്ചടി കിട്ടിയതാണ് എന്ന് ചൈന അങ്ങ് വിചാരിച്ചാൽ മതി. ഇവന്മാർ ഞെട്ടിത്തരിച്ചു പോയി. കാരണം ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം വരികയാണ്. ഒരുപക്ഷെ ചൈന ക്ലെയിം ചെയ്യുന്ന സ്ഥലമാണത്. ചൈന എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ചൈനയ്ക്കകത്ത് കയറിയാണ് ഇന്ത്യ പണിയുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് രണ്ടുണ്ട് കാര്യം. കാരണം വ്ളാഡിവോസ്റ്റോക്ക് ഇപ്പം തന്നെ ചൈനയ്ക്ക് വേണം എന്ന് ഗ്ലോബൽ ടൈംസും അവിടെയുള്ള ചില കിടിപിടി അലവലാദികളൊക്കെ ആർട്ടിക്കിളുകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ഇനി നാളെ ചൈന വളർന്നു കഴിയുമ്പോൾ യുവമാരെങ്ങാനും ഇത് വേണമെന്ന് ശരിക്ക് പറഞ്ഞാലോ? അങ്ങനെ ശരിക്ക് പറയാതിരിക്കാൻ ആ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലത്ത് ഒരുപാട് രാജ്യങ്ങളെ കൊണ്ടുവന്ന് നിക്ഷേപം നടത്തണം. അതിൽ റഷ്യയുടെ ആദ്യത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് അതിൽ ആദ്യത്തെ റഷ്യയുടെ ഏറ്റവും വലിയ പങ്കാളി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ തന്നെ റഷ്യ വിളിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ നേരത്തെ കണ്ടു. പിന്നെ നമ്മളെ നരേന്ദ്രമോദിയിലെ അങ്ങനെ നേരത്തെ കണ്ട 2023 പറഞ്ഞു അവിടെ ഒരു കൊച്ചു സാറ്റലൈറ്റ് നഗരം ഞങ്ങൾ പണി തൊട്ടെണ്ണ എന്ന് ചോദിച്ചപ്പോൾ റഷ്യ പറഞ്ഞു ആലോചിക്കാം, നമുക്ക് അതിൻ്റെ ചർച്ചകൾ നടത്താം എന്നുള്ള രീതിയിൽ ആ ചർച്ചകൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയും റഷ്യയും തമ്മിൽ $65 ബില്യൺ ട്രേഡാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയാണ്? $65 ബില്യൺ. ചൈനയെ ട്രേഡിൽ മറികടക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് റഷ്യയുമായിട്ടുള്ള ട്രേഡിൽ. കാരണം റഷ്യ ചൈനയെ ആശ്രയിക്കുന്നത് നിർത്തണം. റഷ്യയ്ക്കും വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് നിർത്തണം. അത് നിർത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരു കിടുക്കാച്ചി സഖ്യം അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പോരാത്തതിന് നരേന്ദ്രമോദി ഇപ്പോൾ ബ്രൂണയിലോട്ട് പോയിട്ട് ചൈനയ്ക്ക് ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട്. അതായത് ചൈനീസ് കടലിൽ കിടന്ന് കളിക്കുന്ന കളിയൊക്കെ കൊള്ളാം, നമ്മളിപ്പോൾ ബ്രൂണയിലോട്ട് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ കളിച്ചു എന്നാണ് പറയുന്നത്. കാരണം അവിടെയുള്ള ആസിയാൻ രാജ്യങ്ങൾക്കൊന്നും യവന്മാരുടെ അതിർത്തിയിലുള്ള കടലിൽ കപ്പലിറക്കാൻ പറ്റുന്നില്ല. ഫിലിപ്പീൻസ് ഒക്കെ കപ്പലിറക്കി കഴിഞ്ഞാൽ 200 ചൈനീസ് കപ്പലാണ് ഫിലിപ്പീൻസ് കപ്പലിനെ വന്ന് വളയുന്നത്, അവന്മാരെ ഇടിക്കുന്നത്, തൊലിക്കുന്നത്. അതിഭീകരമായിട്ടുള്ള ശല്യമാണ് അവന്മാരെ കൊണ്ടൊന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ചൈന നമ്മുടെ ചുറ്റും ഒരു സ്ട്രിങ് ഓഫ് പേൾസ് തീർക്കുന്നത് പോലെ ചൈനയുടെ തൊട്ടടുത്ത്, അതായത് അവിടെ നിന്നും 42 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വ്ളാഡിവോസ്റ്റോക്കിൽ നിന്ന് ചൈനയിലേക്ക് എന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്താണ് നമ്മുടെ ആ ഒരു പവർ എവിടെ എത്തിയെന്ന് ഊഹിക്കാം. അത് ചില്ലറക്കളിയല്ല ഷാനി എന്ന് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പറയുന്ന പോലെ, ഈ ചില്ലറക്കളിയല്ല ഷാനി എന്ന് പറയുന്നത് പോലെയാണ് ഈ കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. നമുക്കറിയാം, അതായത് നാറ്റോ സഖ്യം ഇവിടെ റഷ്യയുടെ അതിർത്തിയിലെത്താനായിട്ട് യുക്രൈനെ നാറ്റോയിലോട്ട് ചേർക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അതിന്റെ പരിണിത ഫലമാണല്ലോ യുദ്ധം എന്ന് പറയുന്നത്. യുക്രൈനെ നാറ്റോയിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നാറ്റോ സഖ്യത്തിന് യുക്രൈൻ വരാം. യുക്രൈൻ റഷ്യയുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ആ റഷ്യൻ അതിർത്തിയിൽ നാറ്റോയുടെ സാന്നിധ്യം ഉണ്ടാവും. റഷ്യ പറഞ്ഞു പറ്റത്തില്ല, അടിച്ചണ്ടം കയറുമെന്ന് പറഞ്ഞ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചൈനയുടെ അതിർത്തിയിൽ, അതായത് വെറും 42 കിലോമീറ്റർ ഇപ്പുറത്ത് റഷ്യയുടെ വ്ളാഡിവോസ്റ്റോക്കിൽ നമുക്കൊരു സാറ്റലൈറ്റ് നഗരം വരുന്നു എന്നുള്ളത് വലിയൊരു സംഭവമാണ്. 1858 മുതൽ 60 വരെയുള്ള കാലഘട്ടത്തിൽ 10 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തിന്റെ ഒരു വിസ്തീർണം എന്ന് പറയുന്നത്. 10 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ. ഏകദേശം നമ്മുടെ ജോർദാൻ, ഈജിപ്റ്റ് അതിനെയൊക്കെ കാട്ടിലും വലിപ്പം വരുന്ന ഒരു സ്ഥലമാണ് ഈ വ്ളാഡിവോസ്റ്റോക്ക്. പോരാത്തതിന് അതിന്റെ കിടപ്പെന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ചൈനയിലേക്ക് മാത്രമല്ല, നമ്മുടെ ഉത്തര കൊറിയ ഉണ്ടല്ലോ, കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ഹൈഡ്രജൻ ഹൈഡ്രജൻ ബോംബ് പൊട്ടിച്ച് കളിക്കുന്ന ഒരു വേട്ടാവളയൻ. ആ വേട്ടാവളയൻ രാവിലെ എണീച്ചിട്ട് അമേരിക്ക പറയും, ഡേ നീ ഇന്ന് ബോംബിടല്ലെന്നാ, പൊട്ടിക്കട 2 ബോംബ് എന്ന് പറയുന്ന ടീമാണ് ഈ കിം ജോങ് ഉൻ എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ മൂക്കിന്റെ താഴെ കൂടെ ഇന്ത്യക്ക് ഒരു വലിയ രീതിയിലുള്ള പിടി കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്.
ഉത്തര കൊറിയയിൽ നിന്നും വെറും 120 ചില്ലുവാനം കിലോമീറ്റർ മാത്രമാണ് ഈ വ്ളാഡിവോസ്റ്റോക്കിന്റെ ദൂരം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇന്ത്യ ഒരു സാറ്റലൈറ്റ് നഗരം പണിയാനുള്ള വലിയ നീക്കവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ചൈന ഇത് വല്ലാണ്ട് അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ഇനിയിപ്പം നമ്മുടെ രാജ്യം, അതായത് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം അദ്ദേഹം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നരേന്ദ്രമോദി ഇറങ്ങിപ്പോയാലും നരേന്ദ്രമോദി മരിച്ചു പോയാലും അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഈ സെറ്റപ്പ് ഒരിക്കലും ആയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ തുറമുഖം എടുത്തിട്ടുണ്ട്, ഇവിടെ തുറമുഖം എടുത്തിട്ടുണ്ട്. നാളെ ലോകരാജ്യങ്ങളിൽ ഏവനെങ്കിലും ഒക്കെ നമുക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ ഒരു സൂപ്പർ പവർ ആയിട്ട് വളർന്നു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവിടെ ഒരു എയർബേസ് ഇല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ പറയും, ഡേ വ്ളാഡിവോസ്റ്റോക്കിൽ നമ്മുടെ അന്ന് ഒരു സാറ്റലൈറ്റ് നഗരം പണിതിട്ടിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് അണ്ണൻ ഇപ്പോഴേ ദീർഘദർശിയാണ്, മഹാമനീഷി. അങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഗ്ലോബൽ പ്ലെയേഴ്സ് ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർ വ്ളാഡിവോസ്റ്റോക്കിൽ വരുന്നതോടുകൂടി ചൈന വല്ലാതെ അസ്വസ്ഥതപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല, യാതൊരുവിധ തർക്കവുമില്ല. പോരാത്തതിന് ആ ഏരിയയിൽ ഗ്യാസ് ഖനനം അല്ലെങ്കിൽ പെട്രോൾ, ഗ്യാസ് എന്നിങ്ങനെയുള്ള മിനറൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഖനനം ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്നും അവിടെ ധാതു ലവണങ്ങളുടെ ഒരു വൻ ശേഖരം ഉണ്ട് എന്നുമാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു സെറ്റപ്പ് കൂടെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടൂല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് അറിയേണ്ട ഒരു കാര്യം, ഇപ്പോഴും നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇന്ത്യക്കാണ് റഷ്യ ആവശ്യമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇന്ത്യക്കല്ല റഷ്യ ആവശ്യം. നമ്മുടെ ബാല പറയുന്നത് പോലെ റഷ്യക്കാണ് ഇന്ത്യ ആവശ്യം. അതുകൊണ്ടാണ് ഇപ്പോൾ വ്ളാദിമിർ പുടിൻ നരേന്ദ്രമോദി ഒന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെലൻസ്കി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ അറിയോ? യുക്രൈനിൽ സെലൻസ്കി പറഞ്ഞ കാര്യം, ഈ യുദ്ധം നിർത്താനായിട്ട് ആര് വിചാരിക്കണം? ഇന്ത്യ വിചാരിക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ത്യ എങ്ങനെ വിചാരിക്കണം? നമ്മൾ റഷ്യ ആയിട്ടുള്ള ട്രേഡ് അങ്ങ് നിർത്തിയാൽ മതി. റഷ്യ പട്ടിണിയിലായി പോകും. കാരണം ഇന്ത്യയാണ് ഭീമമായിട്ട് ഇപ്പോൾ റഷ്യയുമായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രേഡ് ചെയ്യുമ്പോൾ റഷ്യ പട്ടിണിയിലായി പോയി കഴിഞ്ഞാൽ യുദ്ധം തനിയെ നിന്നോളും. അത് കൃത്യമായിട്ട് അവർക്കെല്ലാം അറിയാം, അമേരിക്കയ്ക്കും അറിയാം. അമേരിക്ക അതുകൊണ്ടാണ് ആദ്യം ഒരു ഉപരോധമൊക്കെ ഏർപ്പെടുത്താൻ നോക്കിയത്. നമ്മൾ എണ്ണ അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ പോടാ ഇല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും എണ്ണ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും വാങ്ങിക്കും എണ്ണ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അങ്ങനെയാണ് നമ്മൾ ഗൾഫ് രാജ്യങ്ങളെയൊക്കെ പിന്നിലാക്കിയിട്ട് പിന്നെ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കാനായിട്ട് പോയത്. ഇപ്പോൾ റഷ്യയുടെ ചൈന അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ചൈനയുടേതായിരുന്ന വ്ളാഡിവോസ്റ്റോക്കിലും ഇന്ത്യ ഒരു വലിയ സാറ്റലൈറ്റ് നഗരം നിർമ്മിക്കാൻ പോവുകയാണ്. നമ്മുടെ രാജ്യം വളരുകയാണ്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം സോറ് നമുക്ക് നെറുമ്പുകൾ. അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പൊ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.